everyone, welcome to Kids Area Online. Class 1 HSATS സ്കൂളിന് നാളെ മാത്തമാറ്റിക്സ് ആണ്. എല്ലാവരും പഠിച്ചായിരുന്നോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ? 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. പഠിക്കാം. യെസ്, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് beads of various colors are given to 5 children. How many beads did each get? അതായത് ഇതുപോലെ 10 10 10 വെച്ചിട്ട് എന്നിട്ട് ലാസ്റ്റ് ഒരു സംഖ്യ നൽകും. അപ്പോൾ ടോട്ടൽ എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇഫയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? 10 10 10. എത്ര 10 ഉണ്ട്? 3 10. 3 10 എന്ന് പറയുമ്പോൾ 30. 10 20 30. 30 and 7 37. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? അരുണിന് എത്ര ബീഡ്സ് ഉണ്ട്? 10 20 30 35. യെസ്, എത്രയാ? 35. ഷെറിൻ എത്ര ബീഡ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ. 10 20 30 40 50 50 and 6 56. ഓക്കെ, ഇനി മാളുവിന് എത്ര 10 ഉണ്ടെന്ന് നോക്കിയേ. 10 20 30 40 50 50 and 8 58. ഓക്കെ, ആസിഫിന് എത്രയുണ്ട്? 10 20 30 40 40 and 4 44. അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? എത്ര 10 ഉണ്ടെന്ന് ഒരു നാട് നോക്കാം. 10 20 30 40 50. 50 6 56. 10 20 30 40 50. 50 8 58. ഇതുപോലെ. ഓക്കെ, എത്ര 10 ഉണ്ടോ അത് 10 20 30 40 50 അങ്ങനെ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഇപ്പൊ 10ന്റെ കണക്ക് വന്നാൽ ചെയ്യാൻ അറിയാലോ. 10 20 30 40 50. 50 and 6 56. 10 20 30 40 40 and 4 44. അപ്പൊ ഇങ്ങനെ ചെയ്ത് എഴുതാൻ അറിയില്ലേ? ഇതുപോലെ കണക്ക് വന്നാൽ ചെയ്യത്തില്ലേ? ഇനി എന്ത് ചെയ്യണം? ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ട് എഴുതണം. ഏറ്റവും വലുതിൽ നിന്ന് എന്ത് ചെയ്യണം? ചെറുതിലേക്ക് എഴുതണം. ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ വലുത്, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഇതിൽ വലുത് എങ്ങനെയാ കണ്ടുപിടിക്കുക? 5-ൽ നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും വലുത്. 3-ൽ തുടങ്ങുന്നതുണ്ട്, 5-ൽ തുടങ്ങുന്നതുണ്ട്, 4-ൽ തുടങ്ങുന്നതുണ്ട്. 5-ൽ തുടങ്ങുന്നതാണ് ഏറ്റവും വലുത്.
അപ്പോൾ 5-ൽ തുടങ്ങുന്നതിൽ ഏറ്റവും വലുത് അറിയേണ്ട രണ്ടാമത്തെ സംഖ്യ നോക്കാം. 5ഉം 6 56 5 8 58. ഏറ്റവും വലുത് ഏതാ? 58. അപ്പോൾ ആദ്യം എഴുതാനുള്ളത് 58. അടുത്ത വലുത് ഏതാണ്? ഇനി ബാക്കിയുള്ളതിൽ വലുത് 56. ഓക്കെ. ഇനി ഏറ്റവും വലുത് ഏതാ? 44. അതും പോയി കഴിഞ്ഞാൽ ഏറ്റവും വലുത് 37 ആണോ 35 ആണോ? 37. ആദ്യത്തെ സംഖ്യ നോക്കിക്കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സംഖ്യ നോക്കാം. ഇനി ലാസ്റ്റ് ഏതാ? 35. ഇതുപോലെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. 10 എത്ര 10 എന്തെന്ന് കൗണ്ട് ചെയ്തിട്ട് ഒരു നമ്പർ നൽകിയിരിക്കും, അതോടെ ചേർത്ത് എഴുതുക. എന്നിട്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? യെസ്. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത് കറക്റ്റ് ഓർഡറിൽ നമ്പർ എഴുതുക. 65 64 63. ഇവിടെ 65 64 63. അടുത്ത് എന്തായിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ? 62 61 60. അപ്പോൾ 60ക്ക് പുറകിൽ എന്താ, ഏത് നമ്പർ കഴിഞ്ഞിട്ടാ 60 പറയാ? 50 51 52 53 54 55 56 57 58 59 60. അപ്പോൾ 60യുടെ പുറകിൽ എന്താ? 59 58 57 56. മനസ്സിലായോ? അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ ഇടയ്ക്കെന്നാണ് നമ്പർ നൽകിയിട്ടുള്ളത്. 88 89 90. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എഴുതാം. 90 കഴിഞ്ഞാൽ 91 92 93 94 95. ഇനി പുറകിലേക്ക് എഴുതാം. 90 89 88 80. ഇവിടെ 9 ഇവിടെ 8. അത് കഴിഞ്ഞാൽ 7 87. 7 കഴിഞ്ഞാൽ 86. കറക്റ്റ് ആണോ നോക്കാം. 86 87 88 89 90 91 92 93 94 95. കറക്റ്റ് ആണ്. അടുത്ത് നോക്കാം. 28 29 30. അപ്പൊ എങ്ങനെ? 8 ഇവിടെ 9 ഇവിടെ 8. അപ്പൊ ഇവിടെ എന്ത് വരും? 27. 7ന് പുറകിൽ ഏതാ? 26. അടുത്ത ഏതാ? 25. 5ന് പുറകിൽ 24. 4ന് പുറകിൽ 23. 3ക്ക് പുറകിൽ 22. 2ന് പുറകിൽ 1 21. ശരിയാണോ എന്ന് എങ്ങനെ നോക്കാം? 21 22 23 24 25 26 27 28 29 30. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിയാലോ. ഇതിൽ ഒന്നുകൂടി ഉണ്ടേ. ഇവിടെ നോക്കിയേ. 91 ആണെങ്കിൽ മുന്നിലോട്ട് എഴുതുമ്പോൾ എങ്ങനെയാ വരിക? 92 93 94. പുറകിലോട്ട് എഴുതിയാലോ? 91ന് പുറകിൽ എന്താ? 90 കഴിഞ്ഞല്ലേ 91 പറയാ. 89 കഴിഞ്ഞല്ലേ 90 പറയാ. 88 കഴിഞ്ഞല്ലേ 89 പറയാ. 88 89 90 91 92 93 94. ഇനി ഇവിടെ 79 ഇവിടെ 74. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 79 നിന്ന് 1 പോയാൽ 78. അതിന്റെ പുറകിൽ എന്താ? 77 കഴിഞ്ഞാണ് 78 പറയാ. 76 കഴിഞ്ഞാണ് 77 പറയാ. 75 കഴിഞ്ഞാണ് 76 പറയാ. 74 കഴിഞ്ഞാണ് 75 പറയാ. 73 കഴിഞ്ഞാണ് 74. 73 74 75 76 77 78 79. പുറകിലോട്ടാണെങ്കിൽ എഴുതാൻ മനസ്സിലായോ? യെസ്. അടുത്ത് ഇവിടെ നോക്കാം. എങ്ങനെയാണ് നോക്കാം. 93 പുറകിൽ എന്താ? 92. 92ന് പുറകിൽ എന്തായിരിക്കും? 91. 91ന് പുറകിൽ എന്താ വരിക? 90. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. 90ക്ക് പുറകിൽ എന്താ വരിക? 89. കാരണം 89 കഴിഞ്ഞ് 90. നിങ്ങൾക്ക് സംശയം വരുവാണെങ്കിൽ ആ നമ്പർ കഴിഞ്ഞ് എന്താണെന്ന് നോക്കാം. 89 90. 89ന് പുറകിൽ എന്താ എഴുതുക? 88. 88ന് പുറകിലോ? 87.
അപ്പോൾ ഇത് ഒരു ഓർഡറിലാണ് അല്ലേ. ഇനിവിടെ നോക്കിയേ, 6 നമ്മൾ 10, 20, 30, 40, 50, 60, 70, 80, 90, 100 പഠിച്ചില്ലേ. 60, 50, 40, അടുത്ത് എങ്ങനെ വരും? ഇവിടെ 6, ഇവിടെ 5, ഇവിടെ 4. അപ്പോൾ 60, 50, 40, 30, 20, 10. 60, 50, 40, 30, 20, 10. ഇവിടെ നോക്കിയേ, 45, 55, 65, 45, 55, 65, അടുത്തെന്താ 75, അടുത്തെന്താ വരിക 85, അടുത്തെന്താ 95. ആദ്യത്തെ സംഖ്യ കൂടും. 4, 5, 6, 7, 8, 9. അടുത്തൂടെ നോക്കിയേ, അടുത്ത് 5 വെച്ച് കൂടുവാണേ. 35, 40, 45, 50. അടുത്തെന്താ 55, 60. ഓക്കെ, 35, 40, 45, 50, 55, 60. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്തൊക്കെയാണ്? 5-ൻ്റെതും 10-ൻ്റെതും ഇമ്പോർട്ടൻ്റ് ആണ്. 5-ൻ്റെ എങ്ങനെയാണ് നമ്മൾ പറയുക? 5 കഴിഞ്ഞാൽ 10, അത് കഴിഞ്ഞാൽ 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75, 80, 85, 90, 95, ലാസ്റ്റ് എന്താ 100. നമുക്ക് 10, 20 എങ്ങനെ പറയാം? 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ചോദിച്ചാലും എഴുതണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്. 50 and 7, 50 and 7, 57. 40 and 3, 43 ചേർന്നാൽ 43. 40 and 3, 43. 20 and 5, 25. 90 and 6, 96. 70 and 4, 74. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കണക്ക് വന്നാലും തെറ്റാണ്ട് എല്ലാവരും ചെയ്യുക കേട്ടോ. നാലാമത്തെ ചോദ്യം നോക്കിയേ, ബട്ടർഫ്ലൈയിൽ എഴുതിയിരിക്കുന്ന പോലെ പല രീതിയിൽ എഴുതുക. എന്ന് നിങ്ങൾക്ക് അറിയാവോ? 30 + 8, 10 + 10 + 10 + 8. നമുക്ക് ഒരുപാട് രീതിയിൽ എഴുതാം. നിങ്ങൾക്കിത് അറിയാലോ, ചെയ്യാനറിയാം. ഇത് പഠിച്ചിട്ടേ പോവാം കേട്ടോ. ഇങ്ങനത്തെ കണക്ക് പഠിച്ചിട്ട് പോവുക. അടുത്തിവിടെ നോക്കിയേ, നോട്ട്സ് ടു കോയിൻസ്. Anu, Jittu, Aisha, Murugan and Thomas changed their notes to coins. Who all took coins for the same amount as notes? Let's write their names. Okay, Anu നോക്കിയേ, Anu 10 rupee നോട്ടാണ് എടുത്തിരിക്കുന്നത്. 10 rupeesന്റെ നോട്ട്. അപ്പോൾ ഈ കോയിൻസ് 10 rupees ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നോക്കാം? 5നോട് 2 കൂട്ടാം. 5 കഴിഞ്ഞാൽ 2 fingers. 5 കഴിഞ്ഞാൽ ഇവിടെ 2 ആണുള്ളത്. 5 കഴിഞ്ഞാൽ 6, 7. അപ്പോൾ ഇവിടെ 7 ആയിട്ടുണ്ട്. വീണ്ടും ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 7 കഴിഞ്ഞാൽ 8, 9. ഇവിടെ 9 ആയി. 9നോട് വീണ്ടും 1 കൂട്ടുക. 9നോട് 1 കൂട്ടിയാൽ 10. അപ്പോൾ ഇതുപോലെ എല്ലാം കൂട്ടി നോക്കുക. കൂട്ടുമ്പോൾ ഈ നടുക്കുള്ള നോട്ടിലുള്ള വാല്യൂ ആണോ കിട്ടുന്നത് നോക്കുക. 5, 6, 7, 8, 9, 10. 10 ആണ്. അപ്പോൾ ഇതെന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ അനു കറക്റ്റ് കോയിൻസും കറക്റ്റ് നോട്ടുമാണ്. ഐഷയുടേത് കറക്റ്റ് ആണ് നോക്കാം. ഐഷയ്ക്ക് 20 rupees ഉണ്ട്. 20 ആണോ നോക്കാം. വലുതിൽ നിന്നും തുടങ്ങാം. 10, അത് കഴിഞ്ഞാൽ 5, 15, 16, 17, 18, 19, 20. ഐഷയ്ക്ക് എന്താ 20 rupees ആണ് കോയിൻസ് ഉള്ളത്. കോയിൻസ് തമ്മിൽ കൂട്ടുമ്പോൾ 20 rupees കിട്ടുന്നുണ്ട്. ഐഷയ്ക്ക് കിട്ടിയ നോട്ടും സെയിം തന്നെയാണ്, 20. ഓക്കെ, അപ്പോൾ ഐഷയുടേത് കറക്റ്റ് ആയിട്ടാണ് കോയിൻ ആക്കിയിട്ടുള്ളത്. അടുത്തതാരാണ് കോയിൻ ആക്കുന്നത്? ജിത്തു കോയിൻ ആക്കുകയാണ്. ശരിയാണോ നോക്കാം. 2,
4 2 കഴിഞ്ഞ 3 4 5 6 6 റുപ്പീസ് ആണ് ജിത്തുവിൻ്റെ ഉള്ളത്. പക്ഷെ നോട്ട് കറക്റ്റഡ് 5 ആണുള്ളത്. അപ്പൊ ശരിയാണോ? ഇത് തെറ്റാണ്. അപ്പോൾ ജിത്തു ചേഞ്ച് ചെയ്ത് എടുത്തിരിക്കുന്ന നോട്ട്സിനെ കോയിൻസ് ആക്കിയപ്പോൾ തെറ്റിപ്പോയി. 6 ആണ് ജിത്തു എടുത്തിട്ടുള്ളത്. 5ന് 6 എടുത്തു. തോമസ് എത്രയാ? 20 റുപ്പീസ് ആണ്. കറക്റ്റ് ആണോ നോക്കാം. 5 5 10 11 12 13 14 15 16 17 18 18 റുപ്പീസേ ഉള്ളൂ. എത്രയാ വേണ്ടത്? 20 റുപ്പീസ്. അപ്പോൾ തോമസ് എടുത്തത് ശരിയാണോ? നോ, തെറ്റാണ്. അപ്പോൾ നോട്ട് തന്നിരുന്നാൽ അതിന് കറക്റ്റ് എമൗണ്ട് കോയിൻസ് ആക്കാൻ മനസ്സിലായോ? കോയിൻസ് കൂട്ടി നോക്കുക. ആറാമത്തെ ചോദ്യമാണേ. രൂപേഷ് went to the shop with his son. They bought a pen and a pencil. How much should Rubesh pay? രൂപേഷും രൂപേഷിന്റെ മകനും കൂടി ഷോപ്പിൽ പോയി. അവിടെ നിന്ന് പെൻസിലും പേനയും മേടിച്ചു. എത്ര രൂപ രൂപേഷ് കൊടുക്കേണ്ടി വരും? പെൻസിലിന് 5 രൂപയാണ്, പെന്നിന് 10 രൂപയാണ്, നോട്ട്ബുക്കിന് 20 രൂപയാണ്. പെൻസിൽ 5 റുപ്പീസ്, പെൻ 10 റുപ്പീസ്, നോട്ട്ബുക്ക് 20 റുപ്പീസ്. പ്രൈസ് ഓഫ് എ പെൻസിൽ, പ്രൈസ് എന്ന് പറഞ്ഞാൽ വില, എത്ര രൂപയാണ്? പെൻസിലിന്റെ രൂപ എത്രയാ? 5 റുപ്പീസ്. അപ്പോൾ എന്ത് എഴുതണം? 5. പ്രൈസ് ഓഫ് എ പെൻ, പെന്നിന്റെ വില എത്രയാണ്? 10 റുപ്പീസ്. അപ്പോൾ എന്ത് എഴുതണം? 10 എന്ന് എഴുതണം. ടോട്ടൽ പ്രൈസ് ഫോർ എ പെൻസിൽ ആൻഡ് പെൻ, പെൻസിലും പെന്നും കൂടെ എത്ര രൂപയാണ്? 10നോട് 5 കൂട്ടിയാൽ 11 12 13 14 15 15 റുപ്പീസ്. ടോട്ടൽ പ്രൈസ് ഫോർ 2 പെൻസിൽസ് ആൻഡ് എ പെൻ, 2 പെൻസിൽ ആവുമ്പോൾ എന്താണ്? 5ഉം 5ഉം 10, വീണ്ടും ഒരു പെൻ, 10 + 10 20 റുപ്പീസ്. ഇതുപോലത്തെ പ്രോബ്ലംസ് വന്നാൽ തെറ്റാണ്ട് എഴുതണം കേട്ടോ. Which all coins will make it 20 rupees? Can you find different ways? നമുക്ക് എങ്ങനെയെല്ലാം 20 റുപ്പീസ് ഉണ്ടാക്കാന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയെല്ലാം ഉണ്ടാക്കാം? 10ഉം 10ഉം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 10 + 10 എന്താണ്? 20 റുപ്പീസ് ഉണ്ടാക്കാം. 10ഉം 10ഉം കൂടെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? 20 റുപ്പീസ് ഉണ്ടാക്കാം. 10ഉം 10ഉം കൂടെ കണക്ട് ചെയ്താൽ 20 റുപ്പീസ് ആയി. ഇനി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? 5 + 5 + 5 + 5 ഒരിക്കൽ ഉപയോഗിച്ചത് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 20 റുപ്പീസ് ഉണ്ടാക്കാം. 5 + 5 + 5 + 5 4 5 ചേരുമ്പോൾ എന്തായി? 20 റുപ്പീസ് ആയി. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പൊ 10 എടുത്തു കഴിഞ്ഞാൽ 10നോട് നമുക്ക് എന്ത് ചെയ്യാം? 10 + 10നോടുകൂടി 2 കൂട്ടിയാൽ 12 13 14 15 16 17 18 19 20 ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. മൂന്നാമതൊരു ഓപ്ഷൻ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ 5ഉം 5ഉം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ 2 2 2 ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 15 എടുത്ത ശേഷം 2 + 2 + 1 അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 20 നമുക്ക് ഏതെല്ലാം രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. Can you find different ways? പല രീതിയിൽ നമുക്ക് എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ എളുപ്പത്തിൽ എഴുതുമല്ലോ നിങ്ങൾ. യെസ്. അടുത്ത ചോദ്യം, ഹൗ മച്ച് ആക്ച്വലി നമ്പർ റുപ്പീസ്? 1 റുപ്പി കോയിൻ 8 എണ്ണം ഉണ്ട്. 1 റുപ്പി കോയിൻ 8 എണ്ണം ഉണ്ട്. എന്നാൽ എത്ര രൂപയായി? 1 റുപ്പിയുടെ 8 കോയിൻ ഉണ്ട്. 1 റുപ്പിയുടെ എത്ര കോയിൻ ഉണ്ട്? 8 കോയിൻ ഉണ്ട്. 1 2 3 4 5 6 7 8 എത്ര രൂപയായി? 1 റുപ്പിയുടെ 8 കോയിൻ ഉണ്ടെങ്കിൽ എത്ര രൂപയായി? 1 2 3 4 5 6 7 8 എത്ര രൂപയായി? 8 രൂപ. മനസ്സിലായോ? അങ്ങനെ 2 റുപ്പി കോയിൻസ് 10 എണ്ണം ഉണ്ട്. 2 റുപ്പി കോയിൻസ് എത്ര എണ്ണം ഉണ്ട്? 10 ഉണ്ട്. 1 2 3 4 5 6 7 8 9 10. അപ്പൊ എത്ര രൂപയാണെന്ന് എങ്ങനെ അറിയാം? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16
17, 18, 19, 20. ഇപ്പൊ എത്ര രൂപയായി? 20 ആയി. ഇനി 5 rupee coins എത്ര എണ്ണം ഉണ്ട്? 4 ഉണ്ട്. 5 rupee coins 4 ഉണ്ട്. 5 rupeeയുടെ 4 എണ്ണം ഉണ്ട്. 5 rupeeയുടെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ എത്ര രൂപയായി? 5, 10, 15, 20. എത്ര രൂപയായി? 20 rupees ആയി. ഇനി 10 rupee coin എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 10 rupee coin 5 എണ്ണം. 1, 2, 3, 4, 5. അപ്പൊ എത്ര റുപ്പീസ് ആയി? 10, 20, 30, 40, 50. 50 rupees ആയി. ഇതുപോലെയും വന്നാൽ എന്താണ്? കോയിൻസ് നൽകിയിരിക്കും. ആ കോയിൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് തന്നിരിക്കും. എന്നാൽ എത്ര രൂപയായെന്ന് കണ്ടെത്താൻ മനസ്സിലായോ? ആ റുപ്പിയുടെ കോയിൻ എത്ര എണ്ണം ഉണ്ടോ അതുപോലെ ഇങ്ങനെ വരച്ച് നോക്കുക സൈഡിൽ. എന്നിട്ട് കൂട്ടി നോക്കുക എത്ര രൂപയായി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? തെറ്റാണ്ട് ചെയ്യണേ. അത് നോക്കിയേ. ഇൻ വാട്ട് അതർ വേസ് ദ ബോക്സസ് ക്യാൻ ബി സ്റ്റാക്ഡ്. ഇവിടെ 18 തീപ്പെട്ടികളുണ്ട്. ഈ 18 തീപ്പെട്ടികളെ നമുക്ക് എങ്ങനെയെല്ലാം എഴുതാം എന്നാണ് ചോദിക്കുന്നത്. 18 മാച്ച് ബോക്സ്. ഓക്കെ, 10 + 8 18 എന്ന് എഴുതാം. 12 + 6 18 എന്ന് എഴുതാം. നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താന്ന് അറിയാവോ? നോക്കിയേ, ഇവിടെ 18 വരകൾ ഇടുക. എത്ര വരകൾ ഇടണം? 18. 1, 2, 3, 4, 5, 6, 7, 8. 1 second. ഒരിക്കൽ കൂടി എഴുതാവേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഇതിൽ 10 + 8 എന്ന് എഴുതാം. 12 + 6 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് ഇതിനൊരു വരയിടുക. ടീച്ചർ അപ്പോൾ ഇവിടെ വെച്ച് വരയിടുകയാണേ. എവിടെ വെച്ച് വരയിടുന്നു? ഇവിടെ വെച്ച് വരയിടുന്നു. അപ്പൊ ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. എത്രയുണ്ട്? 8 ഉണ്ട്. ഇനി ഇവിടെ ബാക്കി എത്രയുണ്ടെന്ന് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം. 8 + 10 എന്ന് എഴുതാം. ഇനി നമുക്ക് വേറെ രീതിയിൽ എങ്ങനെയാണ്? നിങ്ങൾ വര എന്ത് ചെയ്യുക? മാറ്റിയിടുക. ടീച്ചർ ദാ ഇവിടെ വെച്ച് വരയിടുവാണേ. ഇവിടെ വെച്ച് വരയിട്ടു. ഇപ്പൊ ഇവിടെ ആദ്യത്തെ വരയുടെ മുകളിൽ എത്രയുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. ഇവിടെ എന്ത് എഴുതാം? 17 എഴുതാം. പ്ലസ് ഇടുക. വരയുടെ താഴെ എത്രയുണ്ട്? 1 ഉണ്ട്. 17 + 1 18. ഓക്കെ, ഓക്കെ. ടീച്ചർ വീണ്ടും ആ വര മായ്ച്ചിട്ട് വേറൊരു സ്ഥലത്ത് വരയ്ക്കുവാണേ. ഇവിടോട്ട് വരയ്ക്കുവാണ്. ഇവിടോട്ട് വരച്ചു. ഇനി മുകളിൽ എത്രയുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇപ്പൊ 14 എഴുതി. പ്ലസ് ഇടുക. വരയുടെ താഴെ എത്രയുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4. 14 + 4 18. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യയെ ഇതുപോലെ പല രീതിയിൽ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അത്രയും 1 ഇടുക. ഇപ്പോൾ 10 ആണെങ്കിൽ 10 1 ഇടുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ഇത് ഒരുമിച്ച് എഴുതുക, ഇതിങ്ങനെ ഒരുമിച്ച് എഴുതുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം ഇങ്ങനെ ഒരു കണക്ക് വന്നാലും ആരും തെറ്റിക്കരുത് കേട്ടോ, പല രീതിയിൽ എഴുതാൻ പറഞ്ഞാൽ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. റൈറ്റ് ദ പ്രൈസസ് ഇൻ ഓർഡർ. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ്? ഇതിൽ ഏറ്റവും കൂടുതൽ വില ഏതാണ്? ഏതിനാണ് ഏറ്റവും കൂടുതൽ വില? 2-ൽ തുടങ്ങുന്നതിനാണോ, 7-ൽ തുടങ്ങുന്നതിനാണോ, 5-ൽ തുടങ്ങുന്നതാണോ, 3-ൽ തുടങ്ങുന്നതാണോ?
9ൽ തുടങ്ങുന്നതാണോ 8ൽ തുടങ്ങുന്നതാണോ? യെസ്, ഏറ്റവും വലുത് 9 ആണ് അല്ലേ? അപ്പോൾ 9ൽ തുടങ്ങുന്നതാണ് ഏറ്റവും വലുത്. ഏതാ? 92. ഇനി ലോവസ്റ്റ്, ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടിയത്, ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്. കുറഞ്ഞത് ഏതാ? 1ൽ തുടങ്ങണം അല്ലെങ്കിൽ 2ൽ തുടങ്ങണം? 1ൽ തുടങ്ങുന്നത് ഉണ്ടോ? ഇല്ല. 2ൽ തുടങ്ങുന്നത് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഏതാണ്? 25. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? ഹയസ്റ്റിൽ നിന്ന് ലോവസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പോൾ വലുതെന്ന് പറയുന്നത് 9ൽ തുടങ്ങുന്നതാണ്. അപ്പോൾ 92. അപ്പോൾ 9 പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത ഏറ്റവും വലുത് ഏതാണ്? ഏതിൽ തുടങ്ങുന്നതാണ്? ഏതിൽ തുടങ്ങുന്നതാണ്? 8ൽ തുടങ്ങുന്നതാണ്. ഏതിൽ തുടങ്ങുന്നതാണ്? 8ൽ തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത് എന്ത് എഴുതുക? 85. അപ്പോൾ ഇത് 92ഉം 85ഉം പോയാൽ ഇനി ഏറ്റവും വലുത് ഏതാ? 7ൽ തുടങ്ങുന്നതാണ്. 70. 70 എഴുതി. ഇനി അടുത്ത ഏതാണുള്ളത്? 5 ആണ് ഏറ്റവും വലുത്. 2ൽ തുടങ്ങുന്നതുണ്ട്, 5ൽ തുടങ്ങുന്നതുണ്ട്, 3ൽ തുടങ്ങുന്നതുണ്ട്. അപ്പോൾ 5ൽ തുടങ്ങുന്നതാണ് അടുത്ത് വലുത്. അപ്പോൾ എന്ത് ചെയ്യണം? 5ൽ തുടങ്ങുന്ന 53 എഴുതി. ഇനി 25ഉം 38ഉം ഉണ്ട്. 2ൽ തുടങ്ങുന്നതാണോ 3ൽ തുടങ്ങുന്നതാണോ വലുത്? 3ൽ തുടങ്ങുന്നത്. അപ്പോൾ 38 എഴുതുക. അതും കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ, ഏറ്റവും ചെറുതായിട്ടുള്ള 25. ഓക്കെ, അപ്പോൾ വലുതെന്ന് ചെറുതിൽ എഴുതാൻ ചോദിച്ചാൽ മനസ്സിലായോ? മനസ്സിലായി. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? നല്ലതുപോലെ ഇത് പഠിച്ചു വെക്കുക. ടീച്ചർ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതുന്ന രീതി മനസ്സിലായല്ലോ? മനസ്സിലാത്തവർ ഒരിക്കൽ കൂടി കാണുക. ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നല്ലതുപോലെ തറവാക്കണം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.